ഗോസസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജർ പ്ലെയിൻ ഷീറ്റ്. ഒന്നാമത്തെ അപ്ലിക്കേഷൻ നമ്മൾ എടുത്തത് എന്താണ്? ഒരു ലീനിയർ കണ്ടക്ടർ ആയിരുന്നു. ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന യൂണിഫോമായി, അതായത് എല്ലാ ഭാഗത്തും ഒരേപോലെ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ നമ്മൾ എടുത്തു. എന്നിട്ട് ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്നും കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ ലീനിയർ കണ്ടക്ടറിന് പകരം എടുക്കുന്നത് ഒരു പ്ലെയിൻ ഷീറ്റാണ്. അതും യൂണിഫോംലി ചാർജഡ് ഇൻഫിനിറ്റ്ലി പ്ലെയിൻ ഷീറ്റാണ്. വളരെ വലുതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഷീറ്റ്. യൂണിഫോംലി ചാർജഡ് ആണ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻ ഷീറ്റ്. എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കും ചാർജുകൾ ഉണ്ടാവുക. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു പ്ലെയിൻ ഷീറ്റാണ്. ഇപ്പം എൻ്റെ കൈയാണ് നമ്മുടെ ഷീറ്റ് എന്ന് വിചാരിക്കുക. ഇത് ഒരു പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കും ചാർജുകൾ കാണുക. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ ചാർജഡ് പ്ലെയിൻ ഷീറ്റ് കാരണം അതിൻ്റെ അരികത്തുള്ള ഒരു പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ്? അതായത് ചാർജ് ഷീറ്റ് കാരണം അതിൻ്റെ അടുത്തുള്ള ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ചാർജഡ് പ്ലെയിൻ ഷീറ്റ് എടുത്തിരിക്കുന്നു. അതിൻ്റെ ലീനിയർ സർഫസ് ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി 1 ഡയമെൻഷനിലാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ. അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ. അതിൽ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റിൽ ഉള്ള ടോട്ടൽ ചാർജാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഷീറ്റിൻ്റെ ഏരിയയുമാണ്. അങ്ങനെയെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ, ദെൻ ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എ. ഓർത്ത് വയ്ക്കുക, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണ്. ഇനി നമ്മളൊരു പോയിന്റ് എടുക്കുന്നു. r ഡിസ്റ്റൻസ് അകലെ നമ്മളൊരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിന് ഞാൻ P എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കൈ ഉപയോഗിച്ച് ആ ഒരു പ്ലെയിൻ ഷീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻ ഷീറ്റ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഈ ഭാഗത്ത്, അതായത് ഒരു അല്പം അകലെ r ഡിസ്റ്റൻസ് അകലെ ഞാനൊരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ്? അതിനുവേണ്ടി ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ആരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും? ഒരു ഗോഷിയൻ സർഫസിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. ആ ഗോഷിയൻ സർഫസ് ക്ലോസ്ഡ് സർഫസും കൂടി ആയിരിക്കണം. ഞാൻ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ കൂടി, ഈ ഒരു ഷീറ്റിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് നമ്മുടെ പോയിന്റ് എടുത്തിരിക്കുന്നത്. ആ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ആരെ കൺസിഡർ ചെയ്യണം? ഗോഷിയൻ സർഫസിനെ കൺസിഡർ ചെയ്യണം. ഞാനൊരു ക്ലോസ്ഡ് സിലിണ്ടറിനെയാണ് ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസായി കൺസിഡർ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള മാർക്കർ പെന്നാണ് നമ്മുടെ ക്ലോസ്ഡ് സിലിണ്ടർ. അതായത് ഇവിടെയാണ് P എങ്കിൽ ഈ Pയിൽ കൂടി കടന്നു പോകുന്ന ഒരു ക്ലോസ്ഡ് സർഫസാണ് ഗോഷിയൻ സർഫസ്. ഞാൻ എടുക്കുന്നത് ഈ രീതിയിലാണ്. മനസ്സിലായോ? അതായത് ഇവിടെ 2 ഡയമെൻഷനിലായിട്ടാണ് ഫിഗർ വരച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുക. ഇതാണ് നമ്മുടെ പ്ലെയിൻ ഷീറ്റ് എങ്കിൽ, ഇതാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ, ഈ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ആണ് നമ്മുടെ സിലിണ്ടർ. സിലിണ്ടർ മൊത്തം ക്ലോസ്ഡ് ആണ്. അതായത് ഈ കർവ്ഡ് സർഫസ് ക്ലോസ്ഡ് ആണ്. ഈ ഭാഗത്തെ സർഫസ് ക്ലോസ്ഡ് ആണ്. ഒന്ന് തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ ഈ ഭാഗത്തെ സർഫസും ക്ലോസ്ഡ് ആണ്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സർഫസാണ് നമ്മുടെ പ്ലെയിൻ ഷീറ്റ്. ഈ പ്ലെയിൻ ഷീറ്റ് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എങ്ങനെയായിരിക്കും പോവുക? ഈ രീതിയിലായിരിക്കും പോവുക. ഞാനൊന്ന് ചെരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോവുക. അല്ലെങ്കിൽ നേരെ അപ്പുറത്തേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോവുക. അങ്ങനെയെങ്കിൽ ഈ ഒരു സർഫസിൽ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? ഫ്ലക്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സർഫസിൽ മാത്രമേ ഫ്ലക്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് കർവ്ഡ് സർഫസാണ്. സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസാണിത്. ഇവിടെ എന്തുണ്ടായിരിക്കില്ല? ഫ്ലക്സ് ഉണ്ടായിരിക്കില്ല. ഓർത്ത് വെച്ചേക്കണം, ഈ ഒരു സർഫസിലും മാത്രമേ ഫ്ലക്സ് ഉള്ളൂ. ഈ കർവ്ഡ് സർഫസിൽ ഫ്ലക്സ് ഇല്ല. കാരണം ഇങ്ങനെയാണ് നമ്മുടെ ഷീറ്റ് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് എൻ്റെ വലതുഭാഗത്തേക്കും എൻ്റെ ഇടതുഭാഗത്തേക്കും മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോവുകയുള്ളൂ. ഈ സർഫസിൽ കൂടിയും മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോകുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവിടെയും മാത്രമേ ഫ്ലക്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് P. അത് ഈ ഷീറ്റിൽ നിന്ന് r ഡിസ്റ്റൻസ്
അകലെയാണ്. നമ്മുടെ ഉദ്ദേശം പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്കാം. നമ്മൾ നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെ വീണ്ടും എഴുതിയിരിക്കുന്നു. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് എൻഡുകളിൽ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ, ഫ്ലക്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഏതൊക്കെ എൻഡുകളിലാണ്? ഒന്ന് പി. ഞാൻ വീണ്ടും എൻ്റെ കൈ തന്നെ ഉപയോഗിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്ലെയിൻ ഷീറ്റെങ്കിൽ, ഇതാണ് പ്ലെയിൻ ഷീറ്റെങ്കിൽ, ഈ ഭാഗമാണ് പ്ലെയിൻ ഷീറ്റെങ്കിൽ, ഇതാണ് പോയിന്റ് പി. അതിന് നേരെ ഓപ്പോസിറ്റ് വീണ്ടും നമ്മൾ വേറൊരു പോയിന്റും കൂടി കൺസിഡർ ചെയ്യുന്നു, അതാണ് പി പ്രൈം. ഓക്കെ, ആ ഡയഗ്രമാണ് നമ്മൾ ബോർഡിൽ 2 ഡയമെൻഷണൽ ആയിട്ട് വരച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പോയിന്റ് പി, ഇതാണ് നമ്മുടെ പോയിന്റ് പി പ്രൈം. ആ രണ്ട് പോയിന്റുകൾ മാത്രമേ എന്തുള്ളൂ, ഫ്ലക്സ് ഉള്ളൂ. പി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ കൂടി, ഇതാണ് നമ്മുടെ പി ആയിരുന്നത്, പി എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ കൂടി കടന്നു പോകുന്ന നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതാണ് ഈ പി എന്ന് പറയുന്ന ഏരിയയിലെ ഫ്ലക്സ്. അതിനെ ഞാൻ 5p എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇടതുഭാഗത്ത്, എൻ്റെ ഇടതുഭാഗത്തായിട്ട് നമ്മൾ വേറൊരു പോയിന്റ് എടുത്തിട്ടുണ്ട്, പി പ്രൈം. അത് ഈ സിലിണ്ടറിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഈ ഭാഗത്തിൽ കൂടിയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫ്ലക്സ് ആണ് 5p പ്രൈം. രണ്ട് ഇലക്ട്രിക് ഫ്ലക്സേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഒന്ന് 5pയും രണ്ടാമത്തെ 5p പ്രൈമും. രണ്ട് പോയിന്റുകൾ, ഒന്ന് പിയും രണ്ടാമത്തെ പി പ്രൈമും. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ, ഞാൻ വീണ്ടും എൻ്റെ മാർക്കർ പെൻ ഉപയോഗിക്കുകയാണ്, ഇതാണ് നമ്മുടെ പി. ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എ ആണ്. ഈ ഒരു ചെറിയൊരു ക്രോസ് സെക്ഷനാണ്. ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ, അതായത് പി എന്ന് പറയുന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. ഇതിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ ചെറിയൊരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഡി എസുമാണ്. പി എന്ന് പറയുന്ന പോയിന്റിലെ ചെറിയ ഏരിയ ഡി എസും, അതായത് പി ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ചെറിയ ഏരിയ ഡി എസും ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുമാണ്. ഈ ഭാഗത്തും അതേ കാര്യം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ പി പ്രൈം ആയിരുന്നത്, പി പ്രൈം. അതായത് ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പി പ്രൈം. പി പ്രൈമിൻ്റെ ചെറിയൊരു ഏരിയ, ഇതാണ് നമ്മുടെ പി പ്രൈം എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റിൻ്റെ ചെറിയൊരു ഏരിയ എന്ന് പറയുന്നത് ഡി എസ് തന്നെയാണ്. ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ തന്നെയാണ്. ഇനി ഓരോന്നും കണ്ടുപിടിക്കണം. അതായത് 5p കണ്ടുപിടിക്കണം, 5p പ്രൈമും നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ഗോസസ് തിയറം അനുസരിച്ച് ഈ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആരോട് ഈക്വൽ ആയിരിക്കണം? Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0യോട് ഈക്വൽ ആയിരിക്കണം. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത്. 5p, അതായത് വലതുഭാഗത്തെ ഫ്ലക്സ്, പി എന്ന് പറയുന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന ഭാഗത്തിൻ്റെ ഫ്ലക്സ് ആണ് 5p. 5p is equal to ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെ എടുക്കുന്നു, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇയും ഡി എസും നോക്കൂ, ഇതാണ് നമ്മുടെ ഷീറ്റ്, ഇതായിരുന്നു നമ്മുടെ ഷീറ്റ്. ഇതിൻ്റെ ഏരിയ വെക്റ്റർ ഇങ്ങോട്ടാണ് പോവുക. ഈ ഭാഗമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഏരിയ വെക്റ്റർ എൻ്റെ ഇടതുഭാഗത്തേക്കാണ് പോവുക. പോസിറ്റീവ്ലി ചാർജർ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും ഈ ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടുമാണ് പോവുക. അതായത് ഈ ഭാഗമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ആണ് ആ പോയിന്റ്, പി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഈ ഭാഗത്തിൻ്റെ ഏരിയ വെക്റ്ററും സെയിം ഡയറക്ഷനാണ്. പി പ്രൈം ആണ് എടുക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും പി പ്രൈമിൻ്റെ ഏരിയ വെക്റ്ററും സെയിം ഡയറക്ഷനാണ്. അതായത് ഇയും ഡി എസും തമ്മിലുള്ള ആംഗിള് ഈ ഭാഗത്തും 0 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഡോട്ട് ഡി എസ് എന്തായിട്ട് മാറും? ഇ ഡി എസ് കോസ് തീറ്റ. തീറ്റ എത്രയാണ്? 0. ഇ ഡി എസ് കോസ് തീറ്റ എന്നത് എന്തായിട്ട് മാറും? ഇ ഇൻറ്റു ഡി എസ് ഇൻറ്റു 1, ഇ ഇൻറ്റു ഡി എസ്. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് മാറി എന്തായി? ഇൻ്റഗ്രൽ ഇ ഡി എസ് മാത്രമായി മാറി. ഇനി നോക്കൂ, ഇതാണ് നമ്മുടെ പോയിന്റ് പി, ഇതാണ് നമ്മുടെ പോയിന്റ് പി പ്രൈം. ഇതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് പി, ഇതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ തന്നെയാണ് പി പ്രൈം. ഈ ഒരു ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഏരിയയിലെ ഏത് പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ പോയിന്റുകൾ മുഴുവൻ ഈ ഒരു പ്ലെയിനിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ്, r ഡിസ്റ്റൻസിലാണ്. പി പ്രൈം ആണ് എടുക്കുന്നതെങ്കിലോ ഈ ഒരു പ്ലെയിനിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ തന്നെയാണ് പി പ്രൈം എന്ന് പറയുന്ന ഏരിയയിലെ എല്ലാ പോയിന്റുകളും.
പി എടുക്കുകയാണെങ്കിൽ പി എന്ന് പറയുന്ന ഏരിയയിലെ എല്ലാ പോയിന്റുകളിലും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. പി പ്രൈമാണ് എടുക്കുന്നതെങ്കിലോ ആ ഒരു ഏരിയയിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റുകളിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയി കൺസിഡർ ചെയ്യാം. നമ്മൾ പറയാറുള്ളത് പോലെ കോൺസ്റ്റൻറ്റുകൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഇൻറ്റു ഡി എസ് എന്തായിട്ട് മാറും? ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് ആയിട്ട് മാറും. അതായത് ഇ നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. ഡി എസ് മാത്രമേ ഉള്ളൂ. ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പി എന്ന് പറയുന്ന ആ ഒരു ഏരിയയുടെ ചെറിയ ഒരു ഏരിയ ആണ് ഡി എസ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. ഡെറിവേഷൻ്റെ ആദ്യമേ നമ്മൾ പറഞ്ഞു പി ഉൾക്കൊള്ളുന്ന ആ ഒരു ഏരിയയുടെയും പി പ്രൈം ഉൾക്കൊള്ളുന്ന ആ ഒരു ഏരിയയുടെയും ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എ ആണ്. അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ ഡി എസ് ഈക്വൽ ടു എന്താണ്? അതിൻ്റെ ടോട്ടൽ ഏരിയ ആണ്. ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ ആയി മാറി. അതായത് ഫൈ പി എന്ന് പറയുന്നത് പി ഉൾക്കൊള്ളുന്ന ആ ഏരിയയുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ഫൈ പി എന്ന് പറയുന്നത് എന്താണ്? ഇ എ ആണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് എന്തും പ്രൂവ് ചെയ്യാം. ഇടതുഭാഗത്തുള്ള ഫൈ പി പ്രൈം എന്ന് തന്നെയായിരിക്കും, ഇ ഇൻറ്റു എ തന്നെ ആയിരിക്കും. അതായത് ഫൈ പിയും ഫൈ പി പ്രൈമും ഇ ഇൻറ്റു എ തന്നെയാണ്. ഇനി ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാം. എന്തായിരിക്കും ടോട്ടൽ ഫ്ലക്സ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഹോൾ ഗോഷിയൻ സർഫസ് ഈക്വൽ ടു ഫൈ പി പ്ലസ് ഫൈ പി പ്രൈം വിച്ച് ഇസ് ഈക്വൽ ടു ഇ എ പ്ലസ് ഇ എ. ഫൈ പി ഇ എ ആണ്, ഫൈ പി പ്രൈമും ഇ എ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഫൈ പി പ്ലസ് ഫൈ പി പ്രൈം ഈക്വൽ ടു ഇ എ പ്ലസ് ഇ എ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ എ വരും. അതായത് നമ്മൾ ഡിറൈവ് ചെയ്തതനുസരിച്ച് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? 2 ഇൻറ്റു ഇ എ ആണ്. പക്ഷേ ഗോസസ് തിയറം അനുസരിച്ച് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. അതായത് ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഒരുമിപ്പിക്കാം. ഗോസസ് തിയറം അനുസരിച്ച് ഫൈ ഈസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. നമ്മുടെ ഡെറിവേഷൻ അനുസരിച്ച് ഫൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ എ. രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അവസാനം നമുക്ക് എന്ത് കിട്ടും? ഫൈ ഇ ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ ഇൻറ്റു എ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഷീറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയായിരുന്നു? Q ഡിവൈഡഡ് ബൈ എ. അങ്ങനെയെങ്കിൽ Q എത്രയാണ്? ഈ എനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. സോ Q ഈസ് ഈക്വൽ ടു സിഗ്മ എ. ഇതിൽ Q ബൈ എപ്സിലോൺ 0യിലെ Qന് പകരം നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? സിഗ്മ എ എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ Qന് പകരം സിഗ്മ എ എഴുതുന്നു. ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ ഇൻറ്റു എ. നമുക്ക് ആവശ്യം ആരെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. അങ്ങനെയെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു എ ഉണ്ട്, റൈറ്റ് സൈഡിലും ഒരു എ ഉണ്ട്. എയും ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി നമുക്ക് എന്താ വരിക? സിഗ്മ ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ. ആരെയാണ് ആവശ്യം? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ ആണ് ആവശ്യം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഈ 2ന് നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. അതായത് ഒരു ഇൻഫിനിറ്റ്ലി ചാർജഡ് പ്ലെയിൻ ഷീറ്റിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. ഇതാണ് ഗോസസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഗോസസ് തിയറം ഉപയോഗിച്ച് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ഷീറ്റിൻ്റെ r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. അതിൽ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആയിരുന്നു. ഇനി ഒരു ഷീറ്റിന് പകരം നമ്മുടെ കയ്യിൽ 2 ഷീറ്റുകളുണ്ടെങ്കിലോ? അതും രണ്ടും ഓപ്പോസിറ്റ്ലി ചാർജഡ് ഷീറ്റുകളാണ്. രണ്ടും പാരലൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? അതുതന്നെയാണ് നമ്മുടെ ടോപ്പിക്ക്. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 2 ഓപ്പോസിറ്റ്ലി ചാർജഡ് പാരലൽ പ്ലേറ്റ്സ്. 2 ഷീറ്റുകൾ നമ്മൾ എടുക്കുന്നു, 2 പ്ലെയിൻ ഷീറ്റുകൾ നമ്മൾ എടുക്കുന്നു. അതിൽ ഒന്നാമത്തെ ഷീറ്റ് ഞാനിവിടെ 1 എന്ന് പറയുന്ന ലേബൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഷീറ്റിനെ 2 എന്ന് പറഞ്ഞിട്ടും ലേബൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഷീറ്റ് പോസിറ്റീവ്ലി ചാർജഡ് ആണ്, രണ്ടാമത്തെ ഷീറ്റ് നെഗറ്റീവ്ലി ചാർജഡ് ആണ്. ഒന്നാമത്തെ ഷീറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മയും രണ്ടാമത്തെ ചാർജിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയുമാണ്.
ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ടാണ് സർഫസ് ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ പ്ലസ് സിഗ്മ എന്ന് എഴുതിയത്. രണ്ടാമത്തെ ഷീറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ മൈനസ് സിഗ്മ എന്നും എഴുതിയിരിക്കുന്നു. 3 റീജിയനുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3. റീജിയൻ 1-ൽ 2 തരത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ആദ്യത്തെ ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും രണ്ടാമത്തേത് സെക്കൻഡ് ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും. ആദ്യത്തെ ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ E1 എന്നും രണ്ടാമത്തെ ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ E2 എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ റീജിയൻ 1-ൽ 2 തരത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡുകൾ E1 ആൻഡ് E2. E1 എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? അതായത് ആദ്യത്തെ ചാർജ് കാരണം, ആദ്യത്തെ ചാർജ് ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് E1. എപ്പോഴും പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് E1-ൻ്റെ ഡയറക്ഷൻ എവേ ഫ്രം ദിസ് പ്ലേറ്റ് ആയിരിക്കും, അതായത് എൻ്റെ ലെഫ്റ്റിലേക്ക്. റീജിയൻ 1-ലെ E1 എന്ന് പറയുന്നത് എൻ്റെ ലെഫ്റ്റിലേക്കാണ്, അതായത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലെഫ്റ്റിലേക്ക്. ഓക്കെ, ഇനി പോസിറ്റീവ് ചാർജിൽ നിന്ന് എവേ ആയതുകൊണ്ട് റീജിയൻ 2-ലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും E1-ഉം എങ്ങോട്ട് തന്നെയായിരിക്കും? അതായത് പോസിറ്റീവ് ചാർജിൽ നിന്ന് എവേ ആയിരിക്കും. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ റൈറ്റിലേക്ക്. ഇനി റീജിയൻ 3 നോക്കാം. അവിടെയും E1 എങ്ങോട്ട് തന്നെയായിരിക്കും? എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആയിരിക്കും, അതായത് നമ്മുടെ റൈറ്റിലേക്ക്. ഒന്നും കൂടി പറയാം. റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3. 3 റീജിയനുകളിലും ആദ്യത്തെ പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് പോസിറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് എപ്പോഴും എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇവിടെ റീജിയൻ 1-ലെ E1 എവേ ഫ്രം പോസിറ്റീവ് ചാർജ് നമ്മുടെ ലെഫ്റ്റിലേക്കാണ്. ഇനി റീജിയൻ 2-ൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E1 എങ്ങോട്ടാണ്? എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിലേക്കാണ്. ഇനി റീജിയൻ 3 നോക്കിക്കഴിഞ്ഞാലും അവിടെയും എവേ ഫ്രം പോസിറ്റീവ് ചാർജാണ്. E1 എങ്ങോട്ടാണ്? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിലേക്കാണ്. ഇനി E2 നോക്കാം. E2 എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജഡ് ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ? എപ്പോഴും നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പോവുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോവുക, അതുമല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഒന്നാമത്തെ റീജിയൻ നോക്കാം. ടുവേഴ്സ് നെഗറ്റീവ് ചാർജാണ്, അതായത് E2 പോവുക നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്കാണ്. നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ്. റീജിയൻ 2-ലെ E2 എങ്ങോട്ട് തന്നെയാണ്? റൈറ്റ് സൈഡിലേക്കാണ്, അതായത് ഈ ഒരു ഷീറ്റിൻ്റെ അടുത്തേക്ക്. റീജിയൻ 3-ലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? E2 എങ്ങോട്ടാണ്? അതായത് പോസിറ്റീവ് ചാർജിലേക്ക്. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തേക്കായിരിക്കും ഇവിടെ E2 ആക്ട് ചെയ്യുക. ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നോക്കി നോക്കാം. റീജിയൻ 1-ൽ 2 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികൾ E1, E2 രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. റീജിയൻ 2-ൽ 2 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികൾ E1, E2 രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, അതായത് രണ്ടും നമ്മുടെ റൈറ്റിലേക്കാണ്. റീജിയൻ 3-ൽ 2 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികൾ E1, E2 ഇവിടെയും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. റീജിയൻ 1-ൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ്? റീജിയൻ 2-ൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ്? റീജിയൻ 3-ൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ്? ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റീജിയൻ 1. E1-ലുള്ള എക്സ്പ്രഷൻ, അതായത് ആദ്യത്തെ ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ റീജിയൻ 1 ഇസ് ഈക്വൽ ടു എന്താണ്? ജനറൽ ഇക്വേഷൻ. ഒരു ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. അവിടെ 2 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികളുണ്ട്, 2 ഇലക്ട്രിക് ഫീൽഡുകളുണ്ട്. ഒരെണ്ണം ലെഫ്റ്റിലേക്കും ഒരെണ്ണം റൈറ്റിലേക്കുമാണ്. അതായത് രണ്ടിനും ഒരേ സൈൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഒരെണ്ണത്തിനും പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തേത് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. ഞാനിവിടെ ചെയ്യുന്നത് E1 ലെഫ്റ്റിലേക്കായതുകൊണ്ട് ഞാനതിന് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. E2 റൈറ്റിലേക്കായതുകൊണ്ട് ഞാനതിന് പോസിറ്റീവ് സൈനും കൊടുക്കുന്നു. അതായത് റൈറ്റിലേക്കുള്ള മെഷർമെൻറ്റുകൾക്ക് ഞാൻ പോസിറ്റീവും ലെഫ്റ്റിലേക്കുള്ള മെഷർമെൻറ്റുകൾക്ക് ഞാൻ നെഗറ്റീവും കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ E1 എന്ത് വരും? മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. സിഗ്മ ബൈ 2ε0 ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം E1 ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കായതുകൊണ്ടാണ്. ഇനി E2 എന്തായിരിക്കും? സിഗ്മ ബൈ 2ε0. E2 എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനതിന് പോസിറ്റീവ് കൊടുത്തു, സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0.
അങ്ങനെയെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പ്രസൻറ്റ് ഇൻ ദ റീജിയൻ 1 ഈക്വൽ ടു E1 പ്ലസ് E2. E1 പ്ലസ് E2. E1ന് പകരം -σ/2ε0 കൊടുക്കാം. E2ന് പകരം σ/2ε0 കൊടുക്കാം. ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവുമാണ്. മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 0 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് പ്രസൻറ്റ് ഇൻ ദ റീജിയൻ 1 ഈസ് ഈക്വൽ ടു 0. അതായത് E1 ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 ഈസ് ഈക്വൽ ടു 0. ഇനി റീജിയൻ 2 നോക്കാം. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികളുണ്ട്. റീജിയൻ 2-ൽ E1 ഉണ്ട്, നമ്മുടെ കയ്യിൽ E2 ഉണ്ട്. രണ്ടും റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് രണ്ടിനും നമുക്ക് എന്ത് കൊടുക്കാം? പോസിറ്റീവ് സൈൻ കൊടുക്കാം. E1 ഈക്വൽ ടു σ/2ε0, E2 ഈസ് ഈക്വൽ ടു σ/2ε0. രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. എന്ത് വരും? σ/2ε0 പ്ലസ് σ/2ε0, 2 σ/2ε0. ന്യൂമറേറ്ററിൽ ഒരു 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്. രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നമുക്ക് കിട്ടുക σ/ε0 മാത്രമാണ്. അതായത് റീജിയൻ 2-ലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് σ/ε0 ആണ്. ഇനി റീജിയൻ 3 നോക്കാം. റീജിയൻ 3-ൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദ ഫസ്റ്റ് പ്ലേറ്റ് E1 റൈറ്റ് സൈഡിലേക്കും E2 ലെഫ്റ്റ് സൈഡിലേക്കുമാണ്. അങ്ങനെയെങ്കിൽ E1-ന് ഞാൻ പോസിറ്റീവും E2 ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് ഞാൻ അതിന് നെഗറ്റീവും കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ E1 ഈക്വൽ ടു σ/2ε0യും E2 ഇസ് ഈക്വൽ ടു -σ/2ε0യും വരും. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പ്രസൻറ്റ് ഇൻ ദ റീജിയൻ 3 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും കൂടി ആഡ് ചെയ്യണം. E1 പ്ലസ് E2. E1 എത്രയാണ്? σ/2ε0. E2 എത്രയാണ്? -σ/2ε0. രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 0 കിട്ടും. അതായത് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് ഷീറ്റുകൾ ഒരേപോലെ ചാർജ് ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ഓപ്പോസിറ്റ് സൈനാണ്. ആദ്യത്തെ ഷീറ്റ് പോസിറ്റീവ്ലി ചാർജറാണ്, രണ്ടാമത്തെ ഷീറ്റ് നെഗറ്റീവ്ലി ചാർജറാണ്. രണ്ടിൻ്റെയും ഉള്ളിലുള്ള എമൗണ്ട് ഓഫ് ചാർജ് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ രണ്ട് ചാർജർ പ്ലെയിൻ ഷീറ്റുകളുടെ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയില്ല. അതിൻ്റെ സെൻറ്ററിൽ മാത്രമേ, രണ്ട് ഷീറ്റുകളുടെയും സെൻറ്ററിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകൂ. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകൂ. എത്രത്തോളം ഉണ്ടാകും? σ/ε0. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ടു ഓപ്പോസിറ്റ്ലി ചാർജഡ് പാരലൽ പ്ലേറ്റ്സ്.